റെഡിയാണ്. സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ധന്യ മേഡം മൂന്നാം നൊമ്പരം എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പം ഈ പടത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം? മൂന്നാം നൊമ്പരം ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. ബിബ്ലിക്കൽ സ്റ്റോറി എന്ന് പറയുമ്പം ബൈബിളിൽ ജീസസിനെ കാണാതെ പോകുന്ന, ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്ന, 12-ാം വയസ്സിൽ കാണാതെ പോകുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് എലാബറേറ്റ് ആയിട്ട് പോകുന്നൊരു സ്റ്റോറിയാണ്. പക്ഷെ അത് പറയുന്നത് പേരൻസിന് മക്കളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അതിൻ്റെ ബേസിലാണ്. പക്ഷെ പ്യുവർലി അതൊരു പഴയ കാലഘട്ടവും ഇസ്രായേലും ആ കാലഘട്ടം, മാതാവ്, ജീസസ്, അതുപോലെ ജോസഫ്, ഈ 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് മൂവി പോയിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവായിട്ട് മദർ മേരി ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു ഏറ്റവും വലിയ ക്യാരക്ടേഴ്സിൻ്റെ ഒന്നായിട്ട് എനിക്കെപ്പോഴും ഓർമ്മയിൽ വയ്ക്കാനും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതാൻ പറ്റുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. വേറെ അനുഭവങ്ങൾ എന്തൊക്കെ? വേറെ സിനിമ ഇതിലെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം സിനിമയ്ക്ക് ജോഷി സാർ എന്ന് പറഞ്ഞ ന്യൂ ഡയറക്ടറാണ്. അദ്ദേഹം ഒത്തിരി ബിബ്ലിക്കൽ ഡ്രാമകൾ ചെയ്ത് ഇന്ത്യയിൽ പലയിടത്തും നോർത്ത് ഇന്ത്യയിലും ബാംഗ്ലൂരിലൊക്കെ ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഒരു മൂവി ആദ്യമായിട്ട് ചെയ്യുന്നത്. അദ്ദേഹം വേറെ എവിടെയും ഇതിന് മുന്നേ അസോസിയേറ്റ് ആയിട്ടോ ഒന്നും ഡയറക്റ്റ് പരിചയമുള്ള ആളല്ല. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ളൊരു സബ്ജക്റ്റ് ഇദ്ദേഹമായിട്ടൊരു സിനിമയാണ്. അതിന് ഞങ്ങൾ സാൻചേട്ടനെയും സാൻസോനെയാണ് അതിനകത്ത് ജോസഫ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സാൻചേട്ടനെയും എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചെറിയ പടമാണ് നമ്മൾ അതെങ്ങനെ നമ്മൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനൊരു പടം ഒരു മലയാളത്തിൽ ഇങ്ങനൊരു ബിബ്ലിക്കൽ സ്റ്റോറി, പിന്നെ 2-3 ലാംഗ്വേജിൽ ഇങ്ങനെ ചെറിയ പടമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് എന്താ ലാംഗ്വേജ് അതർ ലാംഗ്വേജിലും ഒക്കെ നോക്കി ആണ് ഞങ്ങളുടെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഇതപ്പം നമ്മൾക്ക് ഇസ്രായേലിലേക്ക് പോയി എടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ എത്രത്തോളം ആവും വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അപ്പോഴാണ് ഇസ്രായേൽ യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കംപ്ലീറ്റ് സാർ പൊളിച്ചിവിടെ തന്നെ ഷൂട്ട് ചെയ്യാറുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ ആ ഏരിയയിൽ മരിയാപുരം എന്ന് പറഞ്ഞ ലൊക്കേഷനിലൊക്കെയാണ് കൂടുതൽ. പിന്നെ രാജസ്ഥാനിലൊക്കെ പോയി ആ പഴയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ മരുഭൂമിയായി അങ്ങനത്തെ ഒരു പശ്ചാത്തലമൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പിയറൻസ് ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം ഫുൾ ഈ മൂവിയിൽ കാണാൻ പറ്റും. നമ്മൾ ഒരു 12,000 വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു അട്ടയർ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് അങ്ങനെ കോപ്പി നോക്കിയിട്ടുണ്ട്. അതിന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്യാരക്ടറിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. കാരണം നമ്മൾ അത് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗ്യം. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞത് അതായിട്ട് അഭിനയിക്കാൻ കിട്ടിയതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അധികമൊന്നുമില്ല. നമ്മൾ ത്രൂ ഔട്ട് പടം പോകുന്നത് 2-3 ക്യാരക്ടേഴ്സ്, പിന്നെ കുറേ IT പ്രൊഫഷണൽസ് ബാംഗ്ലൂരിലുള്ള അവരാണ് ഇതിനകത്ത് കൂടെ അഭിനയിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പുതിയ മുഖങ്ങൾ ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിന്ന്, പിന്നെ ഡയറക്ടറാണെങ്കിലും ന്യൂ ഫേസ് ആണ്, അതുപോലെ ബാക്കി ആർട്ടിസ്റ്റുകളും ഒത്തിരി ന്യൂ ഫേസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പടം കണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു സ്റ്റോറി കണ്ടിരിക്കുന്ന ഫീൽ എന്തായാലും കിട്ടും. അതിപ്പോൾ ഇങ്ങനെ വലിയ സ്റ്റോറി ക്വസ്റ്റ്യൻസ് മാത്രം കാണണം. ഇതൊരു നല്ല സ്റ്റോറി ആർക്കും കാണാൻ ഫീലാവും. നമുക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സ്റ്റോറി ആയിരിക്കും. ഉറപ്പായിട്ടും അത് കാണുന്നവർക്ക് അത് പിന്നെ ഇപ്പം ഒരു ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ലൈഫിൽ പോകുന്ന ആൾ കാണുന്ന കുറേ ഇപ്പോഴത്തെ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മൂവി ആയിരിക്കും. പക്ഷേ ഇത് മനസ്സിനെ വയൽ കണ്ടിരിക്കാറുണ്ട്. വൺ ടൈം അറ്റ്ലീസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പടമായിട്ട് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പറയാൻ വലിയ ബഹളങ്ങളൊന്നുമില്ല. വലിയ ടെക്നിക്കാലിറ്റി ഒന്നും എടുത്ത് പറയാനില്ല, ഒന്നുമില്ല. നമ്മൾ അഭിനയിച്ചിരിക്കുന്നതും കണ്ടിട്ട് നമ്മളെ ക്യാരക്ടേഴ്സ് അത് ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ പടത്തിൻ്റെ വിജയമാണ്. മലയാള സിനിമയിൽ ഇനി വീണ്ടും സജീവമായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും സജീവമാവണം എന്നാണ് ആഗ്രഹം. പക്ഷേ പടങ്ങൾ അങ്ങനെ ഒത്തിരി ഒന്നും ഓഫേഴ്സൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ 2-3 പടം ചെയ്തു. ഇനിയിപ്പോൾ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ വരില്ല ഓഫറുകളൊക്കെ? ഇത് വിജയിച്ചാലും ഇത് വിജയിച്ചില്ലെങ്കിലും നമ്മൾ അഭിനയിച്ച് വെച്ച് ഇത് കണ്ടിട്ട് വിളിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനെന്തായാലും പടങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. മാതാവിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു ഈ വേഷം? എന്നെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഡയറക്ടറോട് ചോദിക്കണം. പുള്ളി
കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു ഫേസിനെയാണ് നോക്കിയിരുന്നത്. പുള്ളിക്കാരത്തിനെ ആ സമയത്ത് ആ ഡേറ്റിൽ അവൈലബിൾ അല്ല വന്നപ്പോൾ സാജൻ്റെ അടുത്ത് ചോദിച്ചിങ്ങനെ ഈ ക്യാരക്ടറിന് പറ്റിയ ഒരു ആർട്ടിസ്റ്റുകളെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേരെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. കുറച്ചുകൂടെ ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത കൂട്ടത്തിൽ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് സാജന് തോന്നിയെന്നൊന്നും സാജൻ്റെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുമില്ല. പക്ഷേ സാജൻ്റെ മനസ്സിലപ്പോൾ എൻ്റെ ഫോട്ടോയും വന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോയും അങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അതിലൊരു ഫോട്ടോ അതിൽ മൂന്നാമത്തെ കുട്ടിയുടെ ഏതോ ഒരു ഫോട്ടോ സാറിന് ക്ലിക്കായി. സാർ ഈ കുട്ടി ചിലപ്പോൾ മാതാവായിട്ട് സാർ അപ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ ഇത് ഒക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സാർ അതിനെ അന്ന് തന്നെ മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ദ്രോണ പോയി കണ്ടപ്പോൾ സാർ പറഞ്ഞു ദ്രോണ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് മാതാവാകും. എന്നിട്ടും സാർ എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു മാതാവായിട്ടാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും എന്ന് പറഞ്ഞു. തിരിച്ചു മലയാള സിനിമയ്ക്ക് ഒരു മാതാവിനെ കിട്ടുകയാണ്. മലയാളത്തിൽ അധികം ചെയ്തിട്ടില്ലല്ലോ, വന്നിട്ടില്ല. ഫസ്റ്റത്തെ മാതാവായിരിക്കും. മാതാവായിട്ട് സീരിയലൊക്കെ സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല, കുറവാ. സിനിമകൾ കുറവാണ്, വളരെ കുറവാണ്. നേരത്തെ എപ്പോഴും ഒരു വർഷം മൂവികൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്തോ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഫസ്റ്റ് മലയാളം മൂവി തന്നെയായിരിക്കും ഇത്. ആദ്യത്തെ പടം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്, അത് ഉറപ്പായിട്ട് കാണും. പക്ഷേ എങ്കിലും നമ്മുടെ ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റും നമ്മൾ മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു ഇസ്രായേൽ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു റിപ്ലിക്ക സ്റ്റോറി ചെയ്തിരിക്കുന്ന ഫസ്റ്റ് മൂവിയായിരിക്കും. പ്രേക്ഷകർക്കും ഈ പടം റിലീസാവിന് എന്താ പറയുക? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ഈ പടം തിയേറ്ററിൽ കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതിന് മാക്സിമം ആ ക്യാരക്ടറിനോടൊക്കെ നമ്മൾ എന്താ പറയുക ക്യാരക്ടറാവാൻ ശ്രമിച്ചിട്ടുണ്ട്. മാതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ഫോട്ടോയിലും ഒക്കെ ഉള്ളൊരു എനിക്കും ആ ഒരു ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു രൂപം മാത്രമാണ് എനിക്ക് മാതാവ്. നമ്മുടെ മനസ്സിലൊരു മാതാവുണ്ട്, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു ഓമനത്തുള്ളൊരു മാതാവ്. ഞാൻ ആ ക്യാരക്ടർ കിട്ടുമ്പോൾ പേടിച്ചാണ് ചെയ്തത്. നമുക്കത് എത്രത്തോളം അതിനെ അഭിനയിച്ച് പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അനുഗ്രഹം പോലെ എനിക്ക് മനസ്സിലതൊരു അനുഗ്രഹമായിട്ട് തോന്നി. അത് ചെയ്യാൻ പറ്റി, ചെയ്തതിൽ സന്തോഷം. ദൈവം തന്നൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. എല്ലാവരും കാണണം, തിയേറ്ററിൽ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം കുറവുകളോടെ അത് പറയാം, പക്ഷേ മാക്സിമം എങ്കിലും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പടത്തെ എല്ലാ വിജയാശംസ. താങ്ക് യു.